ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തുകൊണ്ട് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വരണം, എന്തുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ വരണം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് ആധാരമാക്കുന്ന കാര്യം ഈ കഴിഞ്ഞ 10 കൊല്ലം ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് ഉള്ള കാലത്ത് വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇനി UDF-നെ അധികാരത്തിലെത്തിച്ച് ഇനി ഒരു മാറാട് കലാപം ഉണ്ടാക്കണോ എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം. അല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത് എങ്ങനെയാണ് യേശുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന പല കാര്യങ്ങളും അത് നമ്മൾ കേട്ടതാണ്. അതിൻ്റെ തിരിച്ചടി ഇടതുപക്ഷം അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഇടതുപക്ഷം അതിൽ നിന്ന് തിരുത്തുമോ എന്നാണ് ജനം നോക്കിയത്. പക്ഷെ തിരുത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നതൊക്കെ കളവുകളാണ്, ശുദ്ധ അസംബന്ധങ്ങളാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയ കലാപം ഉണ്ടായില്ല. പിന്നെ UDF-ൻ്റെ കാലത്ത് മാറാട് കലാപം ഉണ്ടായി. മാറാട് കലാപം ഉണ്ടായത് UDF-ൻ്റെ എന്ന മുന്നണിക്കതിൽ എന്ത് പങ്കാളുള്ളത്? അതിൻ്റെ ജുഡീഷ്യൽ കമ്മീഷനിൽ എവിടെയെങ്കിലും ഭരണകൂടത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെന്ത് വർത്താനത്? മാറാടുണ്ടായ കലാപം ഒന്നാം മാറാട് കലാപത്തിൻ്റെ പ്രതികാരമായി ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ UDF സർക്കാർ അതിനെ അടിച്ചമർത്തി. ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു നാടായി, നല്ല മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു നാടായി മാറി. UDF സർക്കാർ അവിടെ ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവന്നു. അവിടെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളും ഹിന്ദു സ്ത്രീകളും ഈ മത്സ്യബന്ധന മേഖലയിലെ കുടുംബങ്ങളുമൊക്കെ അതീവ യോജിപ്പോടുകൂടി വളരെ നല്ല രീതിയിലൂടെ ജീവിക്കുകയാണ്. ഇതിലെങ്ങനെ UDF-നെ കുറ്റപ്പെടുത്തുക? പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നിപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് നല്ലൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം ഈ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നോ ചോദിക്കേണ്ടതാണ്. ഇത് മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ കുറേ അറിവില്ലായ്മ ഇതിലുണ്ട്. ഇദ്ദേഹം ഇത്തരം കാര്യം പറയും. മലപ്പുറം ജില്ലയിൽ, വയനാട് ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു കുട്ടി സ്കൂൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട് റിപ്പോർട്ട് ചെയ്യലല്ല നിങ്ങൾ പണി. കളവ് പറയല്ലേ എന്ന് പറഞ്ഞ് എണ്ണിക്കൊടുക്കാൻ കഴിയണം. നിങ്ങൾ ഈ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ഈ നാട്ടിലെ ചെറിയ ചരിത്രങ്ങൾ, ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ്, അതൊന്നും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും ഇല്ലാത്ത പമ്പര വിഡ്ഢികളാണോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ? ഈ ചോദ്യം നിങ്ങൾ 2.5 മാസം മുമ്പ് ചോദിക്കേണ്ട. ഇപ്പോഴും ചോദിക്കാൻ എത്ര ഉണ്ട്? ഒരു സ്കൂളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കോളേജ് തന്നെ പെരുന്തമണ്ണയ്ക്ക് അടുക്കാണ്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? 2002 N. സോപ്പി മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കൊടുത്തതാണ് പെരിന്തൽമണ്ണയിലുള്ള SNDP യോഗത്തിൻ്റെ കോളേജ്. അതൊരു സെൽഫ് ഫിനാൻസ് കോളേജായിട്ടാണ് കൊടുത്തത്. ഇത് ചോദിക്കാൻ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നില്ല? അപ്പോഴല്ലേ വെള്ളാപ്പള്ളിൻ്റെ മട്ടുമാറുക, കളവ് പറയല്ലേ? കോളേജില്ല എവിടെ എന്ന് ചോദിക്കണ്ടേ? മാത്രമല്ല ആ കോളേജ് 7 ആക്കി തരണം എന്ന് പറഞ്ഞ് ഈ ഇടത് സർക്കാരിനെ ഇവർ സമീപിച്ചിട്ട് 10 വർഷമായി. ഇതുവരെ പിണറായി വിജയൻ 7 ആക്കി കൊടുത്തോ? അത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ? പിന്നെ SNDP എന്ന സംഘടനാ സംവിധാനം നമ്മളെ മലബാറിൽ വളരെ കുറവാണ്. ഈഴവർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ മലബാറിൽ TMR എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഭിലാഷന് അറിയല്ലോ. ഈ TMR മാനേജ്മെൻറ്റായ ആയിരക്കണക്കിന് സ്കൂളുകൾ ഈ കാസർഗോഡും വയനാടും മലപ്പുറവും ഇല്ലേ? നിങ്ങൾക്ക് അഭിലാഷിനെ തന്നെ എണ്ണാൻ പറ്റുമല്ലോ. ഞാനിരിക്കുന്നത് കോഴിക്കോട് ജില്ലൻ്റെ ഒരു ബോർഡറിലാണ്. എൻ്റെ വലത്തു ഭാഗത്തുള്ള കടലുണ്ടി പുഴ, അതാണ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല തുടങ്ങുക. ആ തുടങ്ങണ എൻ്റെ പഞ്ചായത്ത് തന്നെ നോക്കി. ഞാൻ പഠിച്ചത് ശ്രീദേവി AUP സ്കൂൾ, TMR നടത്തുന്ന സ്കൂളാണ്. എൻ്റെ നാട്ടിൽ തന്നെ കടലുണ്ടി ചെറിയ സ്കൂൾ. ഇവിടുത്തെ ഹൈസ്കൂള് മണ്ണൂർ CMS ഹൈസ്കൂള് ആരാണ്? അരവിന്ദേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അതേപോലെ തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽപ്പെട്ട ചന്തം പ്രദേശ് സ്കൂൾ, ഉണ്ണിയേട്ടനാണ് അതിൻ്റെ മാനേജർ. അങ്ങനെയാണ് തുടങ്ങിയ എത്ര സ്കൂളുകൾ എടുക്കാണ്ട് നമുക്ക്. പിന്നെ ഞാനതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ TMR നടത്തുന്ന LP സ്കൂളുണ്ട്, അതേപോലെ തന്നെ UP സ്കൂളുണ്ട്, കോളേജുകളുണ്ട്. ഞാൻ കംപ്ലീറ്റ് കാസർകോട്ടെയും വയനാടിലെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലേൻ്റെയും ഒരു 100 സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, സമയം നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ. ഉദാഹരണം പറയാം, പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്ത് എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ രാഷ്ട്രീയ മാനങ്ങളാണല്ലോ ചർച്ച. അതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും ഒക്കെ വളരെ കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ അതിന്റെ നെല്ലും പതിരും വേർതിരിക്കൽ അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം.